ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീറവയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം കൂടെ ഈ ബന്ധത്തിൽ വായിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നാം വിശ്വസ സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്കധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയുവാറായി, പകൽ അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വേദഭാഗങ്ങളിലും ഒരു കാര്യം ഊന്നി പറയുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക എന്ന് എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്. റോമാലേഖനത്തിൽ പറയുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. രണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരണം എന്നാണ് പറയുന്നത്. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനത്തിലും ഇതോടനുബന്ധിച്ചുള്ള ഒരു പ്രയോഗം കാണാം. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്താണ് ഉറങ്ങുന്നവൻ്റെ ലക്ഷണം? ദൈവത്തെ ആരാധിക്കുന്ന, പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മീയ കൂട്ടായ്മയ്ക്ക് പോകുന്ന, ആത്മീയമായ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളുകളോട് അവർ ഉറങ്ങിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യമല്ല. എന്താണ് ഉറക്കത്തിൻ്റെ ലക്ഷണം? അതിനു മുൻപ് വേദപുസ്തകത്തിൽ ചില പ്രസിദ്ധ ഉറക്കങ്ങൾ കാണാം. ഉൽപ്പത്തി പുസ്തകം തന്നെ വായിച്ചാൽ ആദാമിന് ഗാഠനിദ്രവ്യതയുണ്ട്. അത് കഴിഞ്ഞ് യാക്കോബ് പദ്ദൻആരാമിലേക്ക് പോകുമ്പോൾ വഴിയിൽ സന്ധ്യ ആയതുകൊണ്ട് കല്ലെടുത്ത് തലേണ വെച്ച് ഉറങ്ങിയത് അവിടെ നാം വായിക്കുന്നുണ്ട്. പിന്നെ ശിംശോൻ ദലീലയുടെ മടിയിൽ ഉറങ്ങാൻ പോയ കുപ്രസിദ്ധമായ സംഭവം നാം വായിക്കുന്നുണ്ട്. കർത്താവായ യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങിയായിരുന്നു എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. യൂത്തിക്കോസിൻ്റെ ഉറക്കം നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഉറക്കങ്ങളുണ്ട്. അതിങ്ങോട്ടൊന്നുമല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. നാം പകലിനുള്ളവരാണ് എന്ന റോമാലേഖനത്തിലും 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. അപ്പോൾ ഉറങ്ങുന്നവൻ്റെ ലക്ഷണം എന്താണ്? ഉണർന്ന് നാം എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഉറങ്ങുന്നവൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകും. നാം എല്ലാം ഉറങ്ങുന്നവരാണ്. ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ മനുഷ്യർക്ക് ദൈവം കൊടുത്ത ഏറ്റവും നല്ല മാധ്യമമാണ് നിദ്ര, വിശ്രമം. അത് ആവശ്യമാണ്, വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ആത്മീയമായ അർത്ഥത്തിൽ വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റോമാലേഖനത്തിൽ പറയുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. മാത്രമല്ല അടുത്ത 12-ാം വാക്യത്തിൽ രാത്രി കഴിയുവാറായി. മലയാളത്തിൽ കഴിയാറായെന്നേ ഉള്ളൂ. എന്നാൽ തമിഴിലും ഇംഗ്ലീഷും വായിച്ചാൽ ഇംഗ്ലീഷിൽ നൈറ്റ് ഈസ് ഫാർ സ്പെൻഡ്, കഴിഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ വരുമ്പോൾ ഉറക്കത്തിൻ്റെ ലക്ഷണം? 10 കന്യകമാർ മണവാളനെ കാത്തിരുന്നവരവന് വരാൻ താമസിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവരുടെ സമയത്ത് അവൻ വരായികയാൽ മയക്കം പിടിച്ച് ഉറങ്ങിയെന്ന് കാണാം. മാത്രമല്ല എഫേസ്യയിൽ പറഞ്ഞത് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാമെന്നാണ്. ചുരുക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആത്മീയ വശവും നമുക്ക് മനസ്സിലാകും. ഒരു 6-7 കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ആ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമത്,
ഉറങ്ങിക്കിടക്കുന്നവന് ഒരു പരിസരബോധവും കാണത്തില്ല. പരിസരബോധമില്ലാതെ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ എല്ലാം ഉറക്കം നോക്കി അറിയാം. അടുത്ത് എന്ത് നടക്കും എന്നുള്ളത് നമുക്കറിയില്ല. നാം ഉറങ്ങിയാൽ, പ്രത്യേകിച്ച് നല്ല ഉറക്കത്തിൽ വീണുപോയാൽ അടുത്ത് എന്ത് നടന്നാലും നാം അറിയില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ, നല്ല ഉറക്കമാണെങ്കിൽ എൻ്റെ അടുത്ത് ബോംബ് പൊട്ടിയാൽ പോലും ഞാൻ അറിയില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അത്ര ഡീപ്പായിട്ട് ഞാൻ ഉറങ്ങും. അത് നല്ലതുമാണ്. എന്നാൽ ഒരു പരിസരബോധവുമില്ല. അതുപോലെ തന്നെ ആത്മീയമായ ഉറക്കം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ പരിസരബോധമേ നമുക്ക് കാണത്തില്ല. പലപ്പോഴും പരിസരം മറന്ന് പെരുമാറുന്നത്, പരിസരം മറന്ന് കാര്യങ്ങൾ ഇടപെടുന്നത്, പരിസരം മറന്ന് പ്രവർത്തിക്കുന്നത് നാം ഒക്കെ പല കാര്യങ്ങളും കാണാറുണ്ടല്ലോ. അതിന് യഥാർത്ഥ കാരണം ആത്മീയമായ ഒരു ഉറക്കമാണ്. മാത്രമല്ല അതിവേഗത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അവന് ഒരിക്കലും യാഥാർത്ഥ്യ ബോധമില്ല, യാഥാർത്ഥ്യങ്ങളെ കാണുന്നില്ല. രണ്ടാമത്, ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അവൻ കാണുന്നില്ല. കാലലക്ഷണങ്ങൾ അവൻ അറിയുന്നില്ല. അടഞ്ഞിരിക്കുകയാണ്. കണ്ണ് തുറന്ന് ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ ആ വ്യക്തിക്ക് കഴിയില്ല. അവനൊന്നും അറിയുന്നില്ല. രാത്രി നല്ല ഉറക്കത്തിൽ, രാത്രി ഒരു നല്ല മഴ പെയ്തെന്നിരിക്കട്ടെ, അവൻ ഉണർന്ന് രാത്രി മഴ പെയ്തോ എന്ന് നാം ചോദിക്കാറുണ്ട്. കാരണം ഉറങ്ങിക്കിടക്കാൻ ആ സംഭവം ഒന്നും അറിഞ്ഞില്ല. അതുപോലെ പലതും. ചിലപ്പോൾ ചില ഭവനങ്ങൾ, പത്രങ്ങളിലൊക്കെ നാം വായിക്കാറുണ്ടല്ലോ, വീട്ടുകാർ നല്ല ഉറക്കം, വീട്ടിനകത്തിരുന്ന ആ വിലയേറിയ വസ്തുക്കളൊക്കെ കള്ളൻ അടിച്ചുകൊണ്ട് പോയി, അവരറിഞ്ഞില്ല. അപ്പോൾ ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, സംഭവങ്ങൾ, കാലലക്ഷണങ്ങൾ അവൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയാൽ എനിക്ക് പരിസരബോധം ഉണ്ടാകത്തില്ല. ഞാൻ ഉറങ്ങിപ്പോയാൽ ഞാൻ യാഥാർത്ഥ്യങ്ങളെ അറിയുകയില്ല. ചുമ്മാ വെറുതെ അല്ല ദൈവവചനം പറഞ്ഞത് ഉറങ്ങേണ്ട സമയമല്ലെന്ന്. അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നു കഴിഞ്ഞു. മാത്രമല്ല, ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയും അവന് കാണത്തില്ല, ഒരു ബോധവും ഉണ്ടാകത്തില്ല. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, സ്വപ്നം കാണുമായിരിക്കും, അത് യാഥാർത്ഥ്യമല്ല. അല്ലാതെ പ്ലാനോ ഭാവിയെക്കുറിച്ചോ പദ്ധതി ഇടാനോ അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും, ഓർമ്മ പോലുമില്ല. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട അപകടകരമായ അനുഭവമാണത്. എന്താ? ഭാവിയെക്കുറിച്ച്, എൻ്റെ ഭാവി എന്താണ്? സദൃശവാക്യത്തിൽ ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരി തൂന്നു എന്ന് കാണാം. പക്ഷേ ഇന്ന് ഭാവി കാലം ഓർക്കാൻ വയ്യാലോ, നിദ്രാവശ്യരായി താൽക്കാലിക സുഖം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന അവസ്ഥ ആത്മീയ മണ്ഡലത്തിൽ കാണുന്നു. അതാ പറഞ്ഞത്, ഇവിടെ അക്ഷരിക ഉറക്കത്തെക്കുറിച്ചല്ല, രണ്ടും വാക്യത്തിലും നാം വായിച്ചത് ആത്മീയ ഉറക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ല. ഇന്നെവിടെ നോക്കിയാലും കർത്താവ് വരുമെന്നൊക്കെ പറയുമെങ്കിലും അതിനായി ഒരുങ്ങണമെന്നോ പറയും, നല്ല ഹൈ സൗണ്ടിങ് വേർഡ്സിൽ നാം പറയും. പക്ഷേ യേശുവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഉത്സാഹത്തോടെ എന്ത് വന്നാലും അതിന്താന്ത ജാഗ്രതയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം ഇന്നത്തെ ആളുകൾ കാണുന്നില്ലല്ലോ. ഭാവിയെക്കുറിച്ചുള്ള ബോധമില്ല. അത് വരുമ്പോഴല്ലേ എന്നേലും ആട്ടെ എന്ന് ചിന്തിച്ച് തൻ്റെ ഭാവി പ്രത്യാശയില്ലാതെ താൽക്കാലിക കാര്യങ്ങൾ മാത്രം കുടുങ്ങി, തൽക്കാല സുഖത്തിൽ മാത്രം കുടുങ്ങി മുന്നോട്ട് പോകുന്ന അവസ്ഥ. കാരണം ഉറങ്ങുന്നവന് സ്വന്തം സുഖം മാത്രമേ ഉള്ളല്ലോ, തൽക്കാല കാര്യം മാത്രമേ ഉള്ളല്ലോ ഉറങ്ങുന്നവൻ്റെ ചിന്ത. അതേ അവസ്ഥയിൽ നാം ഇന്ന് കാണുന്നു. മാത്രമല്ല, ഉറങ്ങിക്കിടക്കുന്നവന് ഉള്ള വേറൊരു പ്രത്യേകത, അവൻ നിർവീര്യനാ. ചുരുക്കി പറഞ്ഞാൽ ഇനാക്റ്റീവ്, പ്രവർത്തനരഹിതൻ.
ഒന്നും ചെയ്യുന്നില്ല. കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതല്ലാതെ അവനൊന്നും ചെയ്യുന്നില്ല. പലപ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി നിസ്വാർത്ഥമായി ബലപ്പെട്ട ആഴമായ ഉണർന്നിരുന്ന് ജാഗരിക്കുന്ന പോരാടുന്ന അനുഭവം ഇല്ലല്ലോ. ഇന്ന് നഷ്ടപ്പെട്ട ഭൂരിപക്ഷം പേർക്കും നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ നാം കാണുന്നത്. നമ്മെ തന്നെ നാം ശോധന ചെയ്യുന്നത് നല്ലതാണ്. നിർവീര്യൻ ദലീല ശിംശോനെ ചെയ്ത പോലെ സുഖമായിട്ട് ദലീല മറിയിൽ സുഖമായി കിടത്തി ഉറക്കി. നല്ല സുഖമായ ഉറക്കം. ഇസ്രായേലിന്റെ ന്യായാധിപതിയായിരുന്നവൻ, ഫിലിസ്ത്യരുടെ പേഴ് സ്വപ്നമായിരുന്നവൻ സുഖമായി ഉറങ്ങുക. മാത്രമല്ല ആ ഉറക്കത്തിൽ അവൻ നഷ്ടമാണ് സംഭവിച്ചത്. അവൻ്റെ ബലം ചോർന്നു പോയി. ശത്രു അവനെ ഒതുക്കി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് അവൾ അവനെ ഒതുക്കി തുടങ്ങി. അനേകരെ ലോകം ഇന്ന് ഒതുക്കി ഒന്നിനും കൊള്ളാത്തവരായി മാറ്റിയിരിക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം ആത്മീയമായി ഉറങ്ങിപ്പോയി. ഇനാക്റ്റീവ്, ഒന്നും ചെയ്യുന്നില്ല. ദൈവരാജ്യത്തിൽ പുറമേക്ക് വലിയ ഷോ കാണിച്ച് നാം പലതും ചെയ്യുന്നുണ്ട്. നമുക്ക് വലിയ പാട്ട് കാണും, നമുക്ക് ഹൈ സൗണ്ടിങ് വേർഡ്സ് ഉപയോഗിച്ചുള്ള വളരെ വലിയ വായിൽ നാം പലതും പറയും. വലിയ ഭക്തി പ്രകടനങ്ങൾ നാം കാണിക്കും. പക്ഷേ ഒന്നിനും കൊള്ളത്തില്ല. അല്ലെങ്കിൽ ഇനാക്റ്റീവ്, നാം നിർവീര്യരാണ്. ചിന്തിച്ച് നോക്കിയാൽ അറിയാം. യുദ്ധക്കളത്തിൽ വൻകാര്യങ്ങൾ ചെയ്യേണ്ടവർ, വീര്യം പ്രവർത്തിക്കേണ്ടവർ, ശത്രുവിൻ്റെ എതിരെ ശക്തിയായി പോരാടേണ്ട, ആത്മാവിൻ്റെ ആയുധവർഗം ധരിച്ച് ശക്തിയായി പോരാടേണ്ട പലരും നിർവീര്യരായിരിക്കുന്നു. കാരണം പിശാചവരെ ഉറക്കത്തിലവർ നല്ല സുഖമായി മയങ്ങുക. പോട്ടെ, മുന്നോട്ട് നീങ്ങണ്ടേ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നാം ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നാം പ്രയോജനരഹിതരാണ്. യൂസ്ലെസ്, ആർക്കും പ്രയോജനമില്ല. ഇപ്പം ഞാൻ ഉറങ്ങിയാൽ എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ ഒരാൾ കാണാൻ വന്നു എന്നിരിക്കട്ടെ, എന്നെ കൊണ്ട് ഒരു കാര്യം സാധിക്കാൻ വന്നയാൾ വന്നെന്നിരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല ഉറക്കമാണ്. വന്നയാളോട് വീട്ടിലുള്ളവർ പറയുക, ഉറങ്ങുക, ശല്യപ്പെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങുക, എപ്പോൾ വന്നാലും ഉറങ്ങുക. ആർക്കും പ്രയോജനമില്ല. കർത്താവിനും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. ചുരുക്കത്തിൽ അപ്രയോജന ഭൃത്യന്മാരായി അവിടെയും നമുക്ക് വലിയ വായിൽ പലതും പറയാൻ കാണും, പഴയകാല നേട്ടങ്ങൾ പറയാൻ കാണും. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, ആർക്കും പ്രയോജനം വരാത്ത. ഫിലേമോനോട് പൗലോസ് പറഞ്ഞു ഒനേസിമോസിനെ കുറിച്ച്, അവൻ ഒരു കാലത്ത് നിനക്ക് പ്രയോജനമുള്ളവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എന്നാൽ ഇന്ന് പലരും ഒരു കർത്താവിനും പ്രയോജനമില്ല. അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, അവർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യുന്നെന്ന്. അവർ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് തന്നെ അറിയില്ല എന്താ പഠിപ്പിക്കുന്നതെന്ന്. അവരെന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ട്, അവർക്ക് തന്നെ അറിയില്ല എന്താ പറഞ്ഞു കൂട്ടുന്നതെന്ന്. ഞാൻ വീണ്ടും പറയട്ടെ, ഉണർന്നിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് ദൈവിക മർമ്മങ്ങൾ പ്രാപിച്ച് പങ്കുവെക്കേണ്ട പലരും വെറും ശബ്ദഘോഷത്തിൽ മാത്രം കാലിപ്പാട്ടിൻ്റെ പുറത്തിട്ട് അടിക്കുന്നത് പോലുള്ള അവസ്ഥയിലായിരിക്കുന്നു. ശബ്ദം കേൾക്കും, അകത്തൊന്നുമില്ല, അകത്ത് പൊള്ളയാ. ഇതുപോലെ ആത്മീയമായി ഉറങ്ങുന്നതാണ് ആർക്കും പ്രയോജനമില്ലാത്തതിൻ്റെ കാരണം. ഒത്തിരി പ്രസംഗങ്ങൾ നമുക്കുണ്ട്, നമുക്ക് ഒത്തിരി അവകാശവാദങ്ങൾ പറയാനുണ്ട്. എന്നാൽ വേണ്ട രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, അനുഗ്രഹമായി മാറുന്ന, ആശ്വാസമായി മാറുന്ന, അവരെ ഉത്തേജിപ്പിക്കുന്ന, ഉണർത്തുന്ന, പ്രകാശിപ്പിക്കുന്ന, ധൈര്യപ്പെടുന്ന ഒന്നും നമ്മിൽ നിന്ന് വന്നില്ലെങ്കിൽ നാം ഉറങ്ങുകയില്ലേ. മാത്രമല്ല, പിന്നെയും മുന്നോട്ട് നീങ്ങട്ടെ. ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം ഞാൻ എത്ര ഭയങ്കര ആരോഗ്യവാനാണേലും ഞാൻ ബലഹീനനാണ്.
ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നയാളിനെ എഴുന്നേൽപ്പിച്ചിരുന്നിരിക്കട്ടെ, ഉറക്കത്തിൽ, നല്ല ഉറക്കത്തിലാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഉണർത്താൻ നമുക്കറിയാമല്ലോ. നല്ല ഉറക്കത്തിൽ ആയാലും ഉണർത്താൻ എന്ത് പാടുപെടുക, ആ പെൺപീടും നേരെ ഇരിക്കത്തില്ല. കാരണം ബലഹീനര, ഫീബിൾ, ശക്തിയില്ല. ശിംശോൻ ഉണർന്നപ്പോൾ എന്ത് കാണിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ദിലീലയുടെ മടിയിൽ ഉണർന്ന സമയത്ത് ശിംശോനെ ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്നും പറഞ്ഞ് ഉണർത്തി. ഇതിനിടയ്ക്ക് അവൻ്റെ ജട പോയി, അത് വേറെ കാര്യം. അവൻ ഞാൻ പഴയതുപോലെ ആദ്യത്തെ പോലെ ഇപ്പം കാണിച്ചു കളയും എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റു. സംഭവിച്ചത് അവൻ ബലഹീനൻ, ശേഷം മനുഷ്യരെ പോലെ. പിന്നെ അവൻ്റെ കൈക്ക് ചങ്ങലയാ വീണേ. പിന്നെ അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവൻ പിന്നെ കൂത്തുകാഴ്ചയായി മാറി. അപ്പോൾ ഉറങ്ങുന്നവൻ അങ്ങേറ്റം ബലഹീനൻ. എത്ര വലിയ വീരനാണെങ്കിലും, എത്ര കാലപ്പഴക്കം ഉണ്ടെങ്കിലും, വർഷങ്ങളുടെ പരിചയം ഒരു പക്ഷേ എനിക്കും പറയാൻ കാണും. എന്നാൽ ഞാൻ ആത്മീയമായി ഉറങ്ങിപ്പോയാൽ അങ്ങേറ്റം ബലഹീനൻ. എന്നെ ശത്രുവിന് എന്തും ചെയ്യാം. പഴയകാല നേട്ടങ്ങൾ അയവിറക്കിക്കൊണ്ട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് എനിക്കിരിക്കാം. ഇന്ന് ഒന്നുമില്ല. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ എല്ലാം അനുഭവത്തിൽ ഇതേ അവസ്ഥ നമുക്ക് കാണാം. ബലഹീനർ, എഴുന്നേറ്റിരിക്കാൻ വയ്യ. യശാപ്രവചനം 52-ാം അധ്യായത്തിൽ സിയോനോട് ഇങ്ങനെ പറഞ്ഞു, സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. അവൻ്റെ ബലം പോയി. സിയോൻ്റെ ബലം എന്താണ്? കർത്താവാണ് അവൻ്റെ ബലം. ഇന്ന് മറ്റു പലരുടെയും അടുക്കൽ ചെന്ന് സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അയ്യോ, നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് നിൽക്കാനൊക്കത്തില്ല, നിങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കാതെ ഞങ്ങൾക്ക് നിൽക്കാനൊക്കത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ബലം വരെ വിട്ടു പോയി. കാരണം അവരുടെ ഉറക്കം. ആത്മീയ മണ്ഡലത്തിൽ വീരന്മാരെന്ന് അഭിമാനിക്കുന്ന പലർക്കും പറ്റിയിരിക്കുന്ന കുഴപ്പം, ലോകത്തിൻ്റെ അവിശ്വാസികളുടെ, രക്ഷിക്കപ്പെടാത്തവരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ സംരക്ഷണം തിരക്കി പോകുന്നതിന് അടിസ്ഥാന കാരണം അവർ ഉറങ്ങിപ്പോയി. അവരെ ബലഹീനായി, ബലം നഷ്ടപ്പെട്ടു. ശിംശോൻ ഉണർന്നിട്ട്, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഉണർന്നതിന് ശേഷം അവൻ എന്ത് കാണിച്ചു എന്ന് മുൻപേ പോലെ ഇപ്പം ഞാൻ കുടഞ്ഞു കളയുന്ന അവൻ വിചാരിച്ചു. പക്ഷേ അവൻ്റെ കൈക്ക് അവൻ്റെ ബലമില്ലാതായി. അവൻ്റെ ബലം ചോർന്നു പോയി. ഉറങ്ങിപ്പോയാൽ ഇതാ അവസ്ഥ. മാത്രമല്ല വേറൊരു കാര്യം കൂടെ. എഫെസ്യരിൽ നാം വായിച്ച ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. അപ്പോൾ അവൻ്റെ സ്ഥാനം വിടാം. ഉറങ്ങിക്കിടക്കുന്നവന് അവൻ്റെ സ്ഥാനം എവിടെ? മരിച്ചവരുടെ ഇടയിൽ. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ഈ മരിച്ചു കിടക്കുന്ന അവരും ഇവനും തമ്മിൽ യാതൊരു വ്യത്യാസമല്ല, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവന് ശ്വാസമുണ്ട്, അവന് ശ്വാസമില്ല. ഉറങ്ങിക്കിടക്കുന്നവന് ശ്വാസമുണ്ട്, മറ്റവന് അതുമില്ല. ഉറങ്ങിക്കിടക്കും തോറും ശേഷം മനുഷ്യരെക്കാളും മോശമായി, ശേഷം മനുഷ്യരെക്കാളും നീർഷരായി, ലോകത്തിലുള്ളവരുടെ മധ്യേ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട്, സാക്ഷ്യം നഷ്ടപ്പെട്ട്, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കൊടുക്കാൻ കഴിയാതെ കിടന്ന് ഉരുളുന്ന അവസ്ഥ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണാം. കാരണം എന്താണെന്നറിയാമോ? ഉറങ്ങിപ്പോയി. മരിച്ചവരടയ്ക്ക അവർക്ക് ഫിലിപ്പിയത്തിൽ നാം വായിക്കുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നാണ്. എന്നാൽ ഉറങ്ങിക്കിടക്കുന്നവൻ അക്കൂട്ടത്തിലല്ല, ഉറങ്ങിക്കിടക്കുന്നവൻ മരിച്ചവരുടെ ഇടയ്ക്ക. അപ്പോൾ ഏതാണ്ട് 7 ലക്ഷണങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു. ഒന്ന്, ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കാം. 1, അവന് പരിസരബോധമില്ല. 2, യാഥാർത്ഥ്യങ്ങളെ കാണുന്നില്ല. 3, ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. 4, അവൻ പ്രവർത്തനരഹിതനാണ്. 5, അവൻ ബലഹീനനാണ്.
ശക്തിയില്ല. 6 ആർക്കും പ്രയോജനമില്ല. അവൻ്റെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. 7 മരിച്ചവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കിടപ്പ് മരിച്ചവർക്കിടയിലാണ്. അപ്പോൾ ഈ അനുഭവം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഭാഗ്യമായ ഉറക്കത്തെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ ഇതെങ്കിൽ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഞാൻ ആരംഭത്തിലെ ചില പ്രസിദ്ധ ഉറക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം പറഞ്ഞില്ല. സന്ദർഭവശാൽ 2 ഉറക്കം കൂടെ പറയാം. കർത്താവിന്റെ ശിഷ്യന്മാർ ഉറങ്ങിയ 2 സന്ദർഭങ്ങൾ. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ ഉയർന്ന മലയിലേക്ക് പോയി കർത്താവിനോട് കൂടെ. പക്ഷേ അവിടെ മറുവം മലയിൽ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തും അവർ കണ്ണിന് ഭാരമേറിയവരാകിയാലും ഉറങ്ങിപ്പോയി. നോക്കിയോണേ, ഇങ്ങനെയുള്ള ഒത്തിരി പുള്ളികളുണ്ട്. ഇനി ഗെത്സേമനാത്തോട്ടത്തിൽ ഇതേപോലെ കർത്താവ് 3 പേരെയും കൊണ്ടുപോയി. പ്രാണവേദന പോലെ എൻ്റെ ഉള്ളം അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ പാർത്ത് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവിനോട് പറഞ്ഞു. പക്ഷേ അവരെ വിട്ട് മാറി ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് താൻ തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുക. എന്നോടുകൂടെ ഒരു നാഴിക നേരം പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് പത്രോസിനോട് ചോദിച്ചു. പിന്നെയും പോയി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോഴും അത് തന്നെ സ്ഥിതി. ഇവിടെ ഈ കർത്താവിന് പറയേണ്ടി വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, കാലലക്ഷണങ്ങൾ അറിയാതെ, സ്വന്തം നിലവാരം അറിയാതെ, എന്തിനും സ്വന്തം ദൗത്യം അറിയാതെ ലോകവും സാത്താനും ജഡവും ചേർന്ന് എന്നെയും നിങ്ങളെയും ആത്മീയമായി ഉറക്കുന്നു എങ്കിൽ വലിയ അപകടാവസ്ഥയിലാണ് നാം. മരിച്ചവരോടുകൂടെ കുറേ നാൾ കിടന്നാൽ നാമും മരിക്കും. സർദീസിലെ സഭയോട് കർത്താവ് പറഞ്ഞല്ലോ, ജീവനുള്ളവരിൽ നിന്ന് നിനക്ക് പേരുണ്ട്, അല്ലെങ്കിൽ നിനക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, അന്യഭാഷയുണ്ട്, കലാപരിപാടികളെല്ലാം ഉണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക, ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലുണ്ടല്ലോ ആ ഭാഗം. ഉണർന്നുകൊള്ളുക, ചാകാറായ, മറ്റു വാക്കുകൾ പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയ്ക്കല്ലേ കിടക്കുന്നേ, അപ്പം ബാക്കിയും തീരും. അതുകൊണ്ട് പൂർണ്ണമായി ശ്വാസം പോകുന്നതിന് മുൻപ് നീ ഉണരുക. കർത്താവ് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചുകൊള്ളൂ എന്നല്ല പറഞ്ഞത്, ഉണർന്നും ജാഗരിച്ചു മരിക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങളെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇത് ചെയ്യേണ്ടത്, ഏത് ചെയ്യേണ്ടത്? ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാലല്ല അറിയാൽ തന്നെ ഇത് ചെയ്യേണ്ടത്. ഏത്? റോമാലേഖനം 12-ാം അധ്യായം മുതൽ പ്രായോഗിക വശം, ഉപദേശത്തിൻ്റെ പ്രായോഗിക വശമാണല്ലോ അവരുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇത് ഏത്? 12:1 കാണുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ, ജീവബലിയായി നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ. മാത്രമല്ല അടുത്ത് പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ലോകത്തിന് അനുരൂപരാകരുത്. അടുത്ത് പറഞ്ഞു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ, ദൈവീക്ഷം അറിയുവീൻ. താഴോട്ട് വായിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവമാക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തരായിരിപ്പീൻ, ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവീൻ,
മാത്രമല്ല വ്യവസ്ഥപ്രകാരം, ദൈവിക വ്യവസ്ഥപ്രകാരം ജീവിപ്പീൻ. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ. അന്യോന്യം സ്നേഹിപ്പീൻ. അപ്പോൾ നാം ഉറങ്ങിക്കിടന്നാൽ ഇതൊന്നും നടക്കുകയില്ല. മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയില്ല. ജീവബലിയായി കർത്താവ് ഉറങ്ങുന്നവന് അതൊന്നും സാധിക്കത്തില്ല. ജീവബലിയായി സമർപ്പിക്കാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിന് ദൈവമെന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ദൈവവസ്ഥ അന്വേഷിക്കാൻ പറ്റുകയില്ല. ഉറങ്ങിക്കിടക്കുന്നതൊന്നും പറ്റത്തില്ല. ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ അതും പറ്റുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ നാം ആയിപ്പോകും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഉറങ്ങുന്നവരോ ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കുന്നവരോ. കുറുന്തലേഖനത്തിലും പറഞ്ഞു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അപ്പോൾ നാം ഉറങ്ങേണ്ടവരല്ല. തെസ്സലോനിക്യ ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം ഒന്ന് ശ്രദ്ധിക്കുക, നാം രാത്രിക്കും ഇരുളിനും ഉള്ളവർ അല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. 8-ാം വാക്യം, നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്ക. പ്രിയമുള്ളവരെ, നാം ഉറങ്ങുന്നവരോ ഉണർന്നിരിക്കുന്നവരോ. ഉറങ്ങുന്നവരെങ്കിൽ പരിസരബോധമില്ല. ഉറങ്ങുന്നവരെങ്കിൽ നാം യാഥാർത്ഥ്യങ്ങളെ കാണുന്നില്ല. ഉറങ്ങുന്നവരെങ്കിൽ നാം ചിന്തിച്ചതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കാര്യം ഭാവിയെക്കുറിച്ച് ചിന്തയില്ല. ഉറങ്ങുന്നവരെങ്കിൽ നാം പ്രവർത്തനരഹിതരാണ്. ഉറങ്ങുന്നവരെങ്കിൽ നമ്മെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ല. നമ്മൾ ഉറങ്ങുന്നവരെങ്കിൽ മരിച്ചവരിലും വ്യത്യസ്തരല്ല. നാം ഉറങ്ങിക്കിടക്കുന്നവരെങ്കിൽ അങ്ങേയറ്റം ബലഹീനരാണ്. ആത്മീയമായി നമുക്കൊരു ബലവുമില്ല. ബലഹീനർ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നാം ഉറങ്ങിക്കിടക്കുന്നവരെങ്കിൽ മരിച്ചവരുടെ ഇടയിലാണ്. പാപത്തിൽ മരിച്ചവർക്കിടയിൽ എത്ര ദുഃഖകരമാണ്. ലോകത്തിലും നമുക്കും യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞല്ലോ, തെസ്സലോനിക്യ ലേഖനത്തിൽ, നാം ശേഷമുള്ളവരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ. പലയിടത്തും കാണാം. കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് പറഞ്ഞു, ശേഷം മനുഷ്യരെ പോലെ അല്ല. നാം പലതും പറയുന്നുണ്ട്. ഈ ഉറക്കത്തിൽ കിടന്ന് പിച്ചുമ്പയും പറയുന്ന പോലെ പലതും പറയുന്നുണ്ട്. പക്ഷേ തെസ്സലോനിക്യ ലേഖനത്തിലെ വാക്യം ഒന്നുകൂടെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. സുബോധത്തോടെ ഇത് ചെയ്തുകൊണ്ട്, റോമാലേഖനത്തിൽ വായിച്ചപ്പോൾ ഇത് ചെയ്തുകൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 13-ാം അധ്യായത്തിലും പറയുന്ന പകൽ സമയത്തെന്ന പോലെ നാം സുബോധമായിരിക്കുക. കർത്താവായ യേശുവിനെ ധരിച്ചുകൊണ്ട്, ജഡത്തിനായി മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കാതെ വെളിച്ചത്തിന് ആയുധവർഗം ധരിച്ചുകൊണ്ട്, ആത്മീയ പോർക്കളത്തിൽ കർത്താവ് പിശാചിനെതിരെ, അന്ധകാര ശക്തികൾക്കെതിരെ, ദുരുപദേശങ്ങൾക്കെതിരെ, കർത്താവിന് വിരുദ്ധമായി, ദൈവസ്നേഹത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ തട്ടിപ്പുകൾക്കും എതിരെ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ പൊന്നു കർത്താവിനെ എതിരിപ്പാൻ ഒരുങ്ങേണ്ടവരാണ്. ലോകം നമ്മെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക.
എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടോ, എനിക്ക് പരിസര ബോധമുണ്ടോ, എന്താണ് നടക്കുന്നത് എനിക്ക് ബോധമുണ്ടോ? കർത്താവ് പറഞ്ഞായിരുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്ന് പറഞ്ഞാൽ നൂർന്ന് തല ഉയർത്തുകയും. നാം ഉറങ്ങിക്കിടക്കുന്നതിന് ഒരിക്കലും തല ഉയർത്തുവാൻ സാധ്യമല്ല. നാം നൂർന്ന് തലയുയർത്തേണ്ടവരാണ്. നമ്മുടെ തല താണിരിക്കുന്നെങ്കിൽ, തല ഉയർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം നിദ്രയിലാണ്, നാം ബലഹീനരാണ്, നാം അവശരാണ്. കർത്താവിന് നമ്മെ കൊണ്ട് ഒരു പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം. ഇന്ന് എത്ര ദുഃഖകരമാണ് അവസ്ഥ. ദൈവസഭയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന്, രക്ഷിക്കപ്പെട്ടു എന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നവർ ദയവായി ചിന്തിക്കുക. നാം ഉറങ്ങിയിരിക്കുന്നോ ഉണർന്നിരിക്കുന്നു? ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ആത്മീയ ഉറക്കത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ അങ്ങ് സഹായിച്ചു. അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്നവരായിരിക്കണമെന്നല്ലല്ലോ, ഉണർന്നും സുബോധമായി കർത്താവായ യേശുവിനെ ധരിച്ചുകൊണ്ടും വെളിച്ചത്തിനെ ആയുധവർഗം ധരിച്ചുകൊണ്ടോ ഉണർന്നെഴുന്നേറ്റ് അങ്ങയുടെ പ്രകാശത്തിൽ ജീവിക്കാനാണല്ലോ. ആ ബോധം നഷ്ടപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് സംസാരിക്കണമേ, ഉണർത്തണമേ. പുറക്കളത്തിൽ, ആത്മീയ പുറക്കളത്തിൽ അങ്ങയ്ക്കായി ഉറച്ചു നിൽക്കുവാൻ വേണ്ട കൃപ നൽകണമേ. അങ്ങയെ നോക്കി പാർത്ത് കർത്താവെ വിശുദ്ധിയുടെ ഒരുക്കത്തോടെ നിർമ്മലതയോടെ ജീവിപ്പാൻ സഹായിക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.